ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് UAE ഒരു ഫ്രഷറിന് എത്രയാണ് സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ എൻ്റെ സ്റ്റാർട്ടിങ് സാലറി, ഫസ്റ്റ് സാലറി എത്രയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ UAE എത്ര സാലറി കിട്ടിയാലാണ് നമുക്കൊന്ന് സ്റ്റേബിളായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ള ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. UAE നിങ്ങൾ ഫ്രഷർ എന്ന് പറയുന്നത് ഒരു 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് എങ്കിലും നാട്ടിലുണ്ട്, നിങ്ങൾക്കൊരു ഡിഗ്രി കാര്യമുണ്ട്, അങ്ങനെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് സാലറി 2500 ദിർഹംസിൽ പ്രതീക്ഷിക്കാം. അതിൽ കൂടുതൽ സാലറി കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാലറി എക്സ്പെക്റ്റ് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ബേസ് ചെയ്തിട്ട്. നിങ്ങളൊരു അക്കൗണ്ടൻറ്റ് ജോലിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3500 ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നാട്ടിൽ ഇപ്പോൾ BCom MCom അതുപോലെ തന്നെ ഏതെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അപ്പം ഈ ഒരു ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട്, വിത്ത് 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 4000 5000 സ്റ്റാർട്ടിംഗ് സാലറി എക്സ്പെക്ട് ചെയ്യാം. ഓരോ കമ്പനികൾ, നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോയിൻ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ സാലറിയുടെ സ്കെയിലും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ബില്ലിങ്, ക്യാഷ്യർ, ആ ഒരു വേക്കൻസി അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലിംഗ് സ്റ്റാഫൊക്കെ ആയിട്ടാണ് കയറുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 1500 അല്ലെങ്കിൽ 2000 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവർ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. UAE എക്സ്പെൻസ്, മെയിൻലി ദുബായിൽ ഒക്കെ എക്സ്പെൻസ് എന്ന് പറയുന്നത് റെൻ്റാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചിലവ് വരുന്നൊരു കാര്യം. നിങ്ങൾക്ക് ഒരു 6-7 പേരുള്ള റൂമിലൊക്കെ നിങ്ങൾക്ക് 600 ദിർഹംസ് സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കേണ്ടി വരും. 600 to 1000 ദിർഹംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം റെൻറ്റിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ നല്ലൊരു കോസ്റ്റ് വരുന്നൊരു കാര്യമാണ്. ഒരു 300 to 500 ദിർഹംസ് നിങ്ങളുടെ ഫുഡിനും കോസ്റ്റ് വരും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഇതുപോലെ തന്നെ 200-300 ദിർഹംസ് ഒക്കെ ട്രാൻസ്പോർട്ടേഷനും നിങ്ങളുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് കോസ്റ്റ് വരുന്നതായിരിക്കും. ഞാനീ പറയുന്നതൊക്കെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ജീവിക്കാനുള്ള കാര്യമായിട്ടോ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടോ ലക്ഷറി ലൈഫിൻ്റെ കാര്യമൊന്നുമല്ല. നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ജീവിക്കാൻ ഈ ഒരു എക്സ്പെൻസ്, ഈ ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമാണ്. ഇനി എൻ്റെ ഫസ്റ്റ് ജോലിയെ പറ്റി പറയാം. എനിക്ക് ആദ്യം കിട്ടിയത് 3500 ദിർഹംസ് ആയിരുന്നു. ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് കയറിയത്. അക്കൗണ്ടൻറ്റ്, ഓഡിറ്റ് അസിസ്റ്റൻറ്റ് പോലെ ആ ഒരു വർക്കായിരുന്നു, ഓഡിറ്റിങ്ങും കാര്യങ്ങളും അതിലൊക്കെ അസിസ്റ്റൻറ്റ് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു എൻ്റെ. അപ്പോൾ ഒരു ഓഡിറ്റ് ഫേം ആയതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് 3500 ദിർഹംസ് ആണ്. ക്ലയൻറ്റ് മീറ്റിംഗ്, ക്ലയൻറ്റിൻ്റെ ആൾക്കാരുടെ അവിടെ പോവുക, അവിടുത്തെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2 ഇയേഴ്സ് ഞാനവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാനിപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ അക്കൗണ്ട്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വയറീസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.